AK ശശീന്ദ്രൻ നിരപരാധിയാണെന്നും കുടുക്കിയതാണെന്നും ദേശീയ നേതൃത്വം കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്നും ചേരുന്നു. സന്തോഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് ദേശീയ നേതൃത്വം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിലയിരുത്തിയിരിക്കുന്നത്? മറ്റ് വിശദാംശങ്ങളിലേക്ക് കൂടി. ടോമി, NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടു. കേരളത്തിലെ സംഭവ വികാസങ്ങൾ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗമായ പീതാംബരൻ മാസ്റ്ററുമായി ചർച്ച നടത്തിയ ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. പൂർണ്ണമായും ശശീന്ദ്രനെ പിന്തുണയ്ക്കുകയായിരുന്നു ശരത് പവാർ ചെയ്തത്. ശശീന്ദ്രൻ നിരപരാധിയാണെന്നും അദ്ദേഹത്തെ കുടുക്കിയതാണ് എന്നാണ് പൊതുവികാരമെന്നും ശരത് പവാർ അറിയിച്ചു. പുതിയ മന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഇപ്പോഴില്ല. തിങ്കളാഴ്ചക്കകം തന്നെ പാർട്ടിയുടെ പാർലമെന്ററി ബോർഡ് യോഗമുണ്ട്. NCPയുടെ ഉന്നതാധികാര സമിതി കൂടിയാണ്. ഈ പാർലമെന്ററി ബോർഡ് യോഗം ചേർന്നതിന് ശേഷമേ പുതിയ മന്ത്രി കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കൂ എന്നാണ് ശരത് പവാർ പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത്, ശശീന്ദ്രനെതിരായുള്ള അന്വേഷണം വേഗത്തിൽ, എത്രയും വേഗത്തിൽ 2-3 മാസമോ അല്ലെങ്കിൽ അതിനു മുമ്പോ തന്നെ വേഗത്തിൽ തീർക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടും. ആ അന്വേഷണത്തിൽ നിരപരാധിത്വം തെളിഞ്ഞാൽ ശശീന്ദ്രനെ വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരും എന്നാണ് പാർട്ടിയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ അക്കാര്യം LDF-നോട് ആവശ്യപ്പെടും എന്നും ശരത് പവാർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു. സന്തോഷ്, ഒപ്പം തന്നെ തോമസ് ചാണ്ടിയെ മന്ത്രിയാക്കാൻ NCP നേതൃയോഗത്തിന്റെ ധാരണയായെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിരപരാധിത്വം തെളിയിച്ച് തിരികെ എത്തുകയാണെങ്കിൽ തിരികെ AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്തേക്ക് തന്നെ വരാമെന്ന് പറയുമ്പോൾ നിലവിൽ ഈ മന്ത്രിസ്ഥാനം NCPക്ക് ഇപ്പോൾ കൈമാറേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം പോകുന്നുണ്ടോ? ടോമി, ഇന്ന് രാവിലെ സംസ്ഥാന ഘടകം NCPയുടേതാണ് യോഗം ചേർന്ന് തിരുവനന്തപുരത്ത് യോഗം ചേർന്ന് പുതിയ മന്ത്രി പദവി ആവശ്യപ്പെടാനും ആ പദവിയിലേക്കായി ആകെയുള്ള MLA തോമസ് ചാണ്ടിയുടെ പേര് നിർദ്ദേശിക്കാനും തീരുമാനിച്ചത്. ഈ നിർദ്ദേശം NCPയുടെ സംഘടനാ രീതി അനുസരിച്ച് കേന്ദ്ര പാർലമെന്ററി ബോർഡ് യോഗം അനുമതി നൽകണം. അതിനുശേഷം മാത്രമേ LDF-നുള്ളിൽ ഉന്നയിക്കാനാവുകയുള്ളൂ. ആ തീരുമാനവുമായാണ് കേന്ദ്ര പ്രവർത്തക സമിതി അംഗമായ പീതാംബരൻ മാസ്റ്റർ ഡൽഹിയിലെത്തിയത്. അദ്ദേഹം ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തി സംസ്ഥാന ഘടകത്തിന്റെ നിലപാട് ശരത് പവാറിനെ അറിയിച്ചു. പക്ഷേ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പ്രഫുൽ പട്ടേൽ ഡൽഹിയിലില്ല. അദ്ദേഹം നാളെ ഡൽഹിയിൽ എത്തുകയുള്ളൂ. പ്രഫുൽ പട്ടേലിന്റെ കൂടി സാന്നിധ്യത്തിൽ പാർലമെന്ററി ബോർഡ് യോഗം ചേർന്ന് ഈ തീരുമാനം, സംസ്ഥാന ഘടകം നൽകിയ നിർദ്ദേശത്തിൽ അന്തിമ തീരുമാനം ചർച്ച ചെയ്ത് അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. തോമസ് ചാണ്ടി ആണെങ്കിൽ അങ്ങനെ എന്തായാലും മന്ത്രി പദവിയുമായി മുന്നോട്ട് പോകും. പക്ഷേ അതേസമയം തന്നെ സമാന്തരമായി സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഈ അന്വേഷണം പൂർത്തിയാവുകയും നിരപരാധിത്വം അതിൽ തെളിയുകയും ചെയ്താൽ ശശീന്ദ്രനെ വീണ്ടും മന്ത്രിയാക്കാൻ ആവശ്യപ്പെടും. പക്ഷെ അതുവരെ മന്ത്രി വേണ്ട എന്ന നിലപാട് NCPക്കില്ല. സ്വാഭാവികമായും പുതിയ പദവി വേണം എന്ന ആവശ്യം തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യുന്നാൽ അതോടൊപ്പം തന്നെ ശശീന്ദ്രനെ സംരക്ഷിക്കുകയും ചെയ്യും. പിന്നീടുള്ള അന്വേഷണത്തിൽ ശശീന്ദ്രൻ തെളിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചതടക്കമുള്ള കാര്യങ്ങളെല്ലാം പാർട്ടി പുനർചിന്തനം ചെയ്യും. ശശീന്ദ്രനെ വീണ്ടും മന്ത്രിയാക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. AK ശശീന്ദ്രന് പിന്തുണയുമായി ദേശീയ നേതൃത്വം.